നമ്മുടെ പിഞ്ചോമനകളെ പിഞ്ചി ചീന്തുന്ന കഴുകൻ കണ്ണുകൾ നിരന്തരം നമുക്ക് ചുറ്റുമുണ്ട്. ഈ ക്രൂരതയെ തടയാൻ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ജാഗ്രതയോടെ മുന്നോട്ട് പോയേ മതിയാകൂ. പോക്സോ കേസുകൾ എടുക്കുന്നതിനപ്പുറം നമ്മുടെ നിയമപാലകർക്ക് ചെയ്യാൻ എന്തുണ്ട്? കുറ്റകൃത്യങ്ങളുടെ ഉള്ളറയായ കാക്കിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പോക്സോ കേസിൽ CPI നേതാവ് അറസ്റ്റിൽ. CPI പാലക്കാട് മുണ്ടൂർ ലോക്കൽ സെക്രട്ടറി AR ബാലകൃഷ്ണനാണ് അറസ്റ്റിലായത്. 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. പെൺകുട്ടി സ്കൂളിലെ കൗൺസിലിങ്ങിനിടെയാണ് പീഡന വിവരം പുറത്തു പറഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 60 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ക്രിസ്മസും ന്യൂ ഇയറും അടുത്തതോടെ കോഴിക്കോട് നഗരത്തിൽ ലഹരി പരിശോധന ശക്തമാക്കി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലഹരി വസ്തുക്കൾ എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്നാണ് രാത്രികാല പരിശോധനയടക്കം ഊർജിതമാക്കിയിരിക്കുന്നത്. പോലീസും എക്സൈസും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. നഗരവും പരിസര പ്രദേശങ്ങളിലും ലഹരി മാഫിയ പിടിമുറുക്കിയിട്ട് മാസങ്ങളായി. അമിത ലഹരി ഉപയോഗം മൂലം ബീച്ച് ആശുപത്രിയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിന് സമീപം ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട യുവാവ് മരിച്ചത് കഴിഞ്ഞ മാസമാണ്. കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. സിൽക്ക് സ്ട്രീറ്റ് റോഡിലെ ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ലഹരി ഉപയോഗം മൂലം യുവാവ് മരിച്ചതും ഈ അടുത്താണ്. മിംസ് ആശുപത്രിയുടെ സമീപത്തു നിന്നും കുറ്റിച്ചിറ സ്വദേശികളായ മുഹമ്മദ്, ജാസം അർഫാത്ത് എന്നിവരെ ഡാൻസാഫും പോലീസും ചേർന്ന് പിടികൂടിയത് 2 ആഴ്ച മുമ്പാണ്. അതേ ദിവസം തന്നെയാണ് മെഡിക്കൽ കോളേജിന് സമീപത്തെ ലോഡ്ജിൽ നിന്നും മംഗലാപുരം സ്വദേശിയായ യുവതിയെയും ഫറോക്ക് സ്വദേശിയായ യുവാവും കഞ്ചാവുമായി പിടിയിലാകുന്നത്. 2 കേസുകളിലുമായി 580 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. രാമനാട്ടുകര പാലത്തിന് സമീപത്തു നിന്നും ഹൈബ്രിഡ് കഞ്ചാവുമായി കാസർഗോഡ് ബദിയടുക്ക സ്വദേശി പിടിയിലാകുന്നതും ആഴ്ചകൾക്ക് മുമ്പാണ്. മാങ്കാവിൽ നിന്നും 4 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയും അറസ്റ്റിലായിരുന്നു. പെരുവണ്ണാമൊഴിയിൽ ലഹരി സംഘം പോലീസ് പെട്രോളിംഗ് സംഘത്തെ ആക്രമിച്ചതും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഹാഷിഷ്, ഹെറോയിൻ, MDMA, കഞ്ചാവ് എന്നിവ വിദ്യാർത്ഥികൾക്കിടയിൽ വരെ വിതരണം ചെയ്യാൻ വൻ സംഘമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ലഹരി മാഫിയ സജീവമാകുമ്പോഴും പോലീസും എക്സൈസും നിഷ്ക്രിയമാകുന്നു എന്ന വിമർശനം ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ജനം, കോഴിക്കോട്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുന്നവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട യുവാവിനെ വിളിച്ചു വരുത്തി അപകീർത്തിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ 6 പേർ പിടിയിലായി. ഡേറ്റിംഗ് ആപ്പിലൂടെ യുവാവിനെ വലയിലാക്കിയ ശേഷം മർദ്ദിച്ച് വീഡിയോ പകർത്തി പണം തട്ടാനായിരുന്നു ശ്രമം. ഇടപ്പള്ളി സ്വദേശിയായ യുവാവായിരുന്നു പരാതി നൽകിയിരുന്നത്. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം സ്വദേശികളായ അനന്തു, സമദ്, റിയാസ്, ഫർഹാൻ, മുഹമ്മദ് സുബിനു, അജ്മൽ എന്നിവരായിരുന്നു പിടിയിലായിരുന്നത്. ഡേറ്റിംഗ് ആപ്പിലൂടെ കെണിയിൽപ്പെടുത്തിയ യുവാവിനെ കാക്കനാട് പടമുകളിലെ വീടിന് സമീപം വിളിച്ചു വരുത്തി മർദ്ദിച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കുകയായിരുന്നു. സ്വവർഗ അനുരാഗിയാണ് താനെന്ന് വീഡിയോയിൽ യുവാവിനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു. പണം അടുത്ത ദിവസം നൽകാമെന്ന് പറഞ്ഞപ്പോൾ വിട്ടയച്ചതോടെ യുവാവ് വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞു. തൃക്കാക്കര പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതികളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. സമാന രീതിയിൽ കെണിയൊരുക്കി പണം തട്ടുന്ന നിരവധി സംഘങ്ങളുണ്ട്. ഇവർക്കായി വലവിരിച്ചിരിക്കുകയാണ് പോലീസ്. ജനം, കൊച്ചി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ കുടുംബത്തെ വഞ്ചിച്ച് സർക്കാർ. പോലീസ് കണ്ടെത്തിയ പ്രതി അർജുനെ വെറുതെ വിട്ട് 1 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇതുവരെയും പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പെൺകുട്ടിയുടെ കുടുംബം നിർദ്ദേശിക്കുന്നയാളെ നിയമിക്കുമെന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായതോടെ കേസിൽ വാദം തുടങ്ങാൻ പോലും ആയിട്ടില്ല.
2021 ജൂൺ 30-നാണ് ചുരക്കുളം സ്വദേശിനിയായ 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതെന്ന് കണ്ടെത്തി. സമീപവാസിയായ അർജുൻ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 വർഷത്തിനു ശേഷം കഴിഞ്ഞ ഡിസംബർ 14-ന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധി കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചു. അർജുനെ കുറ്റവിമുക്തനാക്കി ഉത്തരവ് പുറത്തുവന്നു. അന്വേഷണത്തിലെ പോലീസ് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ഉത്തരവ്. വിചാരണ കോടതി വിധിക്കെതിരെ 7 ദിവസത്തിനുള്ളിൽ കുടുംബം ഹൈക്കോടതിയെയും സമീപിച്ചു. പെൺകുട്ടിയുടെ കുടുംബം നിർദ്ദേശിക്കുന്നയാളെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് മാതാപിതാക്കൾക്ക് നേരിട്ട് ഉറപ്പു നൽകിയിരുന്നതാണ്. 10 മാസം പിന്നിട്ടിട്ടും ഇതിൽ നടപടി ഏതുമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പ്രോസിക്യൂട്ടറിനെ വെച്ച് തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോസിക്യൂട്ടർ വെച്ച് തരാമെന്ന് പറഞ്ഞ് നമുക്ക് വാക്ക് തന്നു. അപ്പോൾ അതിനുശേഷം 10 മാസം പിന്നിട്ടു. എന്നിട്ടും പ്രോസിക്യൂട്ടർ വെച്ച് എഴുതിയൊന്നും ചെയ്തിട്ടില്ല. അപ്പം പ്രോസിക്യൂട്ടറിൻ്റെ പേര് നമ്മളെ കൊണ്ട് അവർ തന്നെ ചോദിച്ചു. അപ്പോൾ നമുക്ക് ബെറ്റി മൊബൈൽ കൊടുത്ത് രാജേഷ് മേനൻ എന്ന് പറഞ്ഞ സാറാണ്, അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പ്രോസിക്യൂട്ടറാക്കാൻ വേണ്ടി തീരുമാനിച്ചു കൊടുത്തു. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ 3 പേരുടെ പേരുകളും കുടുംബം നൽകിയിരുന്നു. പ്രതി അർജുൻ തന്നെയെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് മാതാപിതാക്കളും ബന്ധുക്കളും. പ്രതിയായി പോലീസ് കണ്ടെത്തിയ അർജുന്റെ കുടുംബത്തിന്റെ ഭീഷണിയുള്ളതായി പെൺകുട്ടിയുടെ മാതാവ് പറയുന്നു. അവൻ ചെയ്യും, പക്ഷെ ഞങ്ങളത് ഇനി വിടത്തില്ല. അവൻ എങ്ങനെയായാലും അവൻ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. കൊല്ലാൻ വരെ അവര് കൊല്ലാനായിട്ട് തീരുമാനിച്ച് കത്തിയൊക്കെ ആയിട്ട് വന്നത്. പക്ഷെ ദൈവം സഹായിച്ച് എന്റെ ചേട്ടന് ഒന്നായിട്ടില്ല. എന്റെ ചേട്ടനെ കൊല്ലുവാണെങ്കിൽ ഈ കേസിന്റെ പുറകെ പോകാൻ ആളില്ല. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പോലീസിന്റെ വീഴ്ച മൂലമാണ് വിചാരണ കോടതിയിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടതെന്ന് തെളിയിക്കാനാണ് കുടുംബം ശ്രമിക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ അലംഭാവം മൂലം പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനം, ഇടുക്കി. തിരുവനന്തപുരം പാറശാല ഷാരോൺ കൊലക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ നിർണായക ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ. കഷായത്തിൽ കലർത്തിയ വിഷത്തിന്റെ പ്രവർത്തന രീതി ഇന്റർനെറ്റിൽ നോക്കിയതിന്റെ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലാണ് തെളിവുകൾ ഹാജരാക്കിയത്. ഷാരോണിന് വിഷം കുടിപ്പിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരിഞ്ഞതിന്റെ ഡിജിറ്റൽ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. കഷായത്തിൽ കലർത്തിയ വിഷത്തിന്റെ പ്രവർത്തന രീതി വിക്കിപീഡിയ നോക്കി മനസ്സിലാക്കിയ ശേഷമാണ് ഗ്രീഷ്മ വിഷം നൽകിയത്. തിരുവനന്തപുരം ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ദീപയാണ് ഡിജിറ്റൽ തെളിവുകൾ നെയ്യാറ്റിൻകര സെഷൻ ജഡ്ജിക്ക് മുമ്പിൽ ഹാജരാക്കിയത്. കൂടാതെ സംഭവ ദിവസം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോണും സുഹൃത്തുക്കളും വന്നതും അതിൽ ഗ്രീഷ്മ ഉൾപ്പെടെയുള്ളവരുടെ രൂപവും ഒന്നാണെന്നും സാക്ഷി പറഞ്ഞു. ഒപ്പം സംഭവ ദിവസം ഗ്രീഷ്മ ഷാരോണുമായി നടത്തിയ ഓഡിയോ സംഭാഷണങ്ങളും വോയിസ് മെസ്സേജുകളും അടക്കമുള്ള തെളിവുകളും പ്ലേ ചെയ്ത് വിലയിരുത്തി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാറിന്റെ വിസ്താരത്തിലാണ് നിർണായക ഡിജിറ്റൽ തെളിവുകൾ കോടതി രേഖപ്പെടുത്തിയത്. കേസിൽ ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കൂട്ടുപ്രതികളാണ്. 2022 ഒക്ടോബർ 14-ാം തീയതി രാവിലെ 10:30 ഷാരോണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകി അപായപ്പെടുത്തൽ, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. 142 സാക്ഷികളും 175 രേഖകളും 55 തൊണ്ടിമുതലുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കി. ജനം, തിരുവനന്തപുരം. കണ്ണൂർ തലശ്ശേരിയിലെ കാർ ഷോറൂമിൽ കാറുകൾ കത്തിച്ച സംഭവത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരനായ വയനാട് സ്വദേശി പോലീസ് പിടികൂടി. വയനാട് തെറ്റമല സ്വദേശി സജീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിലെ സാമ്പത്തിക തിരിമറി പിടിക്കാതിരിക്കാനാണ് കാറുകൾ തീയിട്ടതെന്നാണ് പ്രതിയുടെ മൊഴി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് തലശ്ശേരി ചിറക്കരയിലെ ഇൻഡെക്സ് ഗ്രൂപ്പിന്റെ കാർ ഷോറൂമിൽ തീപിടുത്തമുണ്ടായത്. പോലീസ് പരിശോധനയിൽ കാറുകൾക്ക് മനഃപൂർവ്വം ആരോ തീയിട്ടതാണെന്ന് തെളിഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി ഷോറൂമിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പുലർച്ചെ 3:40-ന് ഒരാൾ വാഹനങ്ങൾക്ക് തീയിടുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ സജീറിലേക്ക് അന്വേഷണം നീളുകയും ഇയാളെ പിടികൂടുകയും ചെയ്തത്. ഇത് 10-ാം തീയതി രാവിലെയാണ്
ഈ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു 3 വണ്ടി തീപിടുത്തത്തിൽ ഇവിടുന്ന് ഒരു കോൾ വന്നു. അത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ അന്ന് തന്നെ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു. 3 ഡെലിവറിക്കായിട്ട് റെഡിയാക്കിയിട്ടുള്ള വെഹിക്കിളാണ് കത്തി നശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ പോലീസിനോട് പറഞ്ഞ് അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സെയിം ഡേ ആണ് നമ്മുടെ ഒരു സ്റ്റാഫ്, അതായത് ഫീൽഡിൽ പുതിയ വണ്ടി വിൽക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് അബ്സ്കോണ്ടിങ് ആയിട്ട് കണ്ടിട്ടുള്ളത്. അതോടനുബന്ധിച്ചിട്ട് 2-3 കസ്റ്റമർ ഇഷ്യൂ ആക്കി തുടങ്ങിയപ്പോഴാണ് വീണ്ടും നമ്മൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് രാത്രി പുള്ളിക്കാരൻ അബ്സ്കോണ്ടിങ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണത്തിനാണ് പുള്ളിക്കാരൻ വ്യാജരേഖ ചമച്ചിട്ട് കമ്പനിക്കെതിരെയും കസ്റ്റമർക്കെതിരെയും എമൗണ്ട് വാങ്ങിയിട്ട് കമ്പനിയിൽ അടക്കാതെ മുങ്ങിയതായിട്ട് കണ്ടത്. അപ്പോൾ ഇന്നലെ പുള്ളിക്കാരൻ സറണ്ടർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങിയ പണം ഷോറൂമിൽ അടയ്ക്കാതെയും വ്യാജ രസീത് നൽകിയും ഇയാൾ ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി സ്ഥാപനത്തിൽ നടത്തിയിരുന്നു. ഇത് പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിലാണ് ശ്രദ്ധ തിരിക്കാൻ കാറുകൾക്ക് തീയിട്ടത്. 3 മാരുതി കാറുകളാണ് കത്തി നശിച്ചത്. 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സ്ഥാപനത്തിൽ ഉണ്ടായത്. ജനം, കണ്ണൂർ. തിരുവനന്തപുരം വർക്കല അയിരൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി സ്കൂട്ടർ ഓടിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കേസ്. പാളയംകുന്ന് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കേസിൽ 25,000 രൂപ പിഴയും ചുമത്തി. ഉച്ചയോടെ അയിരൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടി ഇരുചക്ര വാഹനം ഓടിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തിരക്കേറിയ വർക്കല അയിരൂർ റോഡിൽ നിന്നും പാളയംകുന്ന് ഭാഗത്തേക്കായിരുന്നു 16-കാരന്റെ യാത്ര. പോലീസ് കുട്ടിയോട് വിവരങ്ങൾ തേടി. അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് വാഹനം ഓടിച്ചതെന്നായിരുന്നു മറുപടി. പിന്നാലെ പാളയംകുന്ന് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയായ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. രൂപയാണ് കേസിൽ പിഴ. 25,000 രൂപ പിഴയോ 1 വർഷം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത്. ഇത്തരം കേസിൽ പിടിയിലാകുന്ന കുട്ടികൾക്ക് 25 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കൂ. വരും ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് സമീപം പോലീസ് പരിശോധന കർശനമാക്കും. ജനം, തിരുവനന്തപുരം. കാസർഗോഡ് കൊലപാതക കേസിലെ പ്രതി ജിന്നുമ്മയുടെ ദുർമന്ത്രവാദത്തിനിരയായത് നിരവധി പേർ. കൊടും കുറ്റവാളിയാണെന്ന് പറഞ്ഞ് അന്വേഷണം ജിന്നുമ്മയിൽ അവസാനിപ്പിക്കാനാണ് പോലീസ് ശ്രമം. ഇവരുടെ വരുമാനം, ഉന്നത ബന്ധങ്ങളും അന്വേഷിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. ജിന്നുമ്മ എന്ന ദുർമന്ത്രവാദി ആഭിചാരക്രിയയിലൂടെ ഒരു ഘട്ടത്തിൽ ഒരു പ്രദേശത്തെ ഒന്നാകുകയും പോലീസ് സേനയെ പോലും വിറപ്പിച്ച കൊടും കുറ്റവാളി. ജിന്നുമ്മയുടെ ആഭിചാരം, ദുർമന്ത്രവാദ കഥകൾ ഞെട്ടിക്കുന്നതാണ്. പ്രവാസി വ്യവസായിയുടെ കൊലപാതക കേസിൽപ്പെട്ട് ജയിലിലാകുന്നതുവരെ ജിന്നുമ്മ പലർക്കും അഭയമായിരുന്നു. ദുർമന്ത്രവാദം നടത്തി ചുട്ട കോഴിയെ വരെ ജിന്നുമ്മ പറപ്പിക്കുമെന്നാണ് നാട്ടുകാർ അടക്കം പറഞ്ഞത്. നാട്ടിലെ പണക്കാരെ തേടി പിടിക്കും. ആദ്യം ചില പൊടിക്കൈകൾ കാണിച്ച് അവരുടെ വിശ്വാസ്യത നേടിയെടുക്കും. കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് ചില ദുർമന്ത്രവാദം നടത്തും. ശത്രുസംഹാരത്തിനായി മുട്ടയിൽ കൂടോത്രവും നടത്തും. ജിന്നുമ്മയെ തേടിയെത്തിയവരൊക്കെ സംതൃപ്തരായി തന്നെയാണ് മടങ്ങിയത്. എന്നാൽ തനിക്ക് വഴങ്ങാത്തവരെ ഹണി ട്രാപ്പിലൂടെ തന്റെ വരുതിയിലാക്കാനും ജിന്നുമ്മയ്ക്ക് കഴിഞ്ഞു. ആദ്യം ഫോണിലൂടെ സൗഹൃദ സംഭാഷണം, പിന്നെ മെല്ലെ അത് അശ്ലീല സംഭാഷണത്തിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നീടാണ് ഈ സംഭാഷണങ്ങൾ ചൂണ്ടിക്കാട്ടി പണം ആവശ്യപ്പെട്ട് ഭീഷണി സന്ദേശം അയക്കും. അഭിമാനം ഭയന്ന പലരും ചോദിക്കുന്ന പണം നൽകി. അങ്ങനെ പടിപടിയായിരുന്നു ജിന്നുമ്മയുടെ വളർച്ച. കോടികളുടെ ആസ്തി, ലക്ഷങ്ങൾ വില വരുന്ന കാർ, അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ജിന്നുമ്മ പണം വാരിക്കൂട്ടി. എന്നാൽ ജിന്നുമ്മയ്ക്ക് പിന്നിൽ വമ്പൻ ഷാവുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് വ്യക്തം. പക്ഷേ അന്വേഷണം ആ വഴിക്ക് നീങ്ങിയിട്ടില്ല. പ്രവാസി വ്യവസായിയുടെ കൊലപാതക കേസിലേക്ക് മാത്രമായി അന്വേഷണം ഒരുങ്ങി. ജിന്നുമ്മ വിരിച്ച വലയിലകപ്പെട്ട നിരവധി ആളുകളുണ്ട് കാസർഗോഡ്. അന്വേഷണം ഇതുവരെ അവരിലേക്കൊന്നും നീണ്ടിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? ജിന്നുമ്മയ്ക്ക് പിറകിൽ വമ്പൻ സ്രാവുകളുണ്ടോ? ഇതൊക്കെ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിലേക്കാണ് ഇനി അന്വേഷണം നീളേണ്ടത്. ക്യാമറമാൻ ശശികുമാറിനൊപ്പം അനഘ ഹർഷൻ, ജനം.